കർഷകരെ തൊട്ടുകളിച്ചാൽ ഏത് തിരഞ്ഞെടുപ്പിലും തോൽവി ഉറപ്പ്. അതെ, അതാണിനി സംഭവിക്കാൻ പോകുന്നത്. അതിനുള്ള വകുപ്പ് മഹാരാഷ്ട്രയിൽ കാണുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഒരു MLA-യുടെ വിവാദ പ്രസംഗത്തെ കുറിച്ചാണ്. പൊതുയോഗത്തിനിടെ സ്ത്രീവിരുദ്ധവും കർഷക വിരുദ്ധവുമായ പരാമർശവുമാണ് മഹാരാഷ്ട്ര MLA ദേവേന്ദ്ര ഭൂയാർ നടത്തിയിരിക്കുന്നത്. വരുത് മോർഷിയിൽ നിന്നുള്ള സ്വതന്ത്ര MLA-യും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ അനുയായിയുമാണ് ഇദ്ദേഹം. നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു കർഷകന്റെ മകന് അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നായിരുന്നു ദേവേന്ദ്ര ഭൂയാറിന്റെ പ്രതികരണം. സുന്ദരിമാരായ സ്ത്രീകൾ സ്ഥിരജോലിയുള്ള പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. രണ്ടാം കിട സ്ത്രീകളാണെങ്കിൽ കടയുടമകളെയോ ചെറുകിട ബിസിനസ് നടത്തുന്നവരെയോ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അതേസമയം മൂന്നാം കിട സ്ത്രീകളാണ് കർഷകരുടെ മക്കളെ വിവാഹം കഴിക്കുന്നത്. അത്തരം വിവാഹങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പലപ്പോഴും ദുർബലമായ സ്വഭാവ സവിശേഷതകൾ പാരമ്പര്യമായി ലഭിക്കുന്നുണ്ടെന്നായിരുന്നു ദേവേന്ദ്ര ഭൂയാറിന്റെ വിവാദ പ്രസ്താവന. അതേസമയം സ്ത്രീകളെ അവരുടെ രൂപത്തെ അടിസ്ഥാനമാക്കി തരംതിരിച്ചത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സ്ത്രീകളോടും കർഷക സമൂഹത്തോടുമുള്ള അവഹേളനവും അനാദരവുമാണ് MLA-യുടെ വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് വിവിധ കക്ഷി നേതാക്കൾ തുറന്നടിച്ചു. കോൺഗ്രസ് നേതാവും മുൻ മഹാരാഷ്ട്ര വനിതാ ശിശു വികസന മന്ത്രിയുമായ യശോമതി താക്കൂർ ഭൂയാറിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇത്തരം ആളുകളെ ആരും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് യശോമതി താക്കൂർ പറഞ്ഞു. അജിത് പവാറും അധികാരത്തിലുള്ളവരും അവരുടെ MLA-മാരെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ സമൂഹം നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്നാണ് അവർ തുറന്നടിച്ചത്. എന്നാൽ സംഭവത്തിൽ പിന്നീട് എന്തെങ്കിലും പ്രതികരണം നടത്താൻ ഭൂയാർ തയ്യാറായതുമില്ല. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുത്തു. സ്ത്രീവിരുദ്ധവും കർഷക വിരുദ്ധവുമായ പരാമർശം നടത്തിയ MLA-ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരം വിവാദ പ്രസ്താവനയുമായി നേതാവെത്തിയത്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ തകർക്കാൻ BJP രഹസ്യ നീക്കങ്ങളാണ് ശക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ്, ശിവസേന, UBT, NCP, ശരത് പവാർ വിഭാഗം എന്നിവർ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാഡി സഖ്യവും BJP നേതൃത്വം നൽകുന്ന NDA-യും തമ്മിലാണ് ഇവിടെ പോരാട്ടം. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു സർവേ ഫലം BJP-ക്കും ഭരണകക്ഷിയിലെ മറ്റു പ്രധാന അംഗങ്ങളായ ശിവസേന, NCP പാർട്ടികൾക്കും ഒട്ടും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രമുഖ ഏജൻസിയായ ലോക്പോൾ നടത്തിയ സർവേയിലാണ് കോൺഗ്രസ് സഖ്യത്തിന്റെ മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നത്. ലോക്പോൾ പുറത്തുവിട്ട സർവേ പ്രകാരം മഹാവികാസ് അഘാഡി സഖ്യം 141 മുതൽ 154 സീറ്റുകൾ വരെ നേടി സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തിയേക്കുമെന്നാണ്. നിലവിലെ ഭരണകക്ഷിയായ BJP നേതൃത്വം നൽകുന്ന NDA വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക എന്നാണ് ലോക്പോൾ സർവേ പ്രവചിച്ചിരിക്കുന്നത്. NDA സഖ്യം കേവലം 115 മുതൽ 128 വരെ സീറ്റുകൾ മാത്രമായിരിക്കും നേടുക എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതോടെ BJP-യുടെ ഭരണ തുടർച്ച എന്ന മോഹത്തിനുമേൽ സർവേ ഫലം കരിനിഴൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിനേറ്റ തിരിച്ചടിക്ക് പകരം ചോദിക്കുകയാണ് NDA ലക്ഷ്യമിടുന്നത്. MVA ആകട്ടെ ജയം ആവർത്തിക്കാനുമാണ് ഇറങ്ങുന്നത്. എന്നാൽ ലോക്പോൾ സർവേ ഫലം BJP-യുടെ മോഹങ്ങളിൽ തിരിച്ചടി നേരിടുന്നതിന്റെ സൂചനയാണോ എന്നാണ് കണ്ടറിയേണ്ടത്.